പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമ നടന്മാരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തിരുവനന്തപുരത്തുള്ള മറ്റൊരു പഴയകാല നടിയുടെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. മലയാള സിനിമയിൽ ഒരുപാട് കിടിലം വേഷങ്ങളൊക്കെ ചെയ്ത ഒരു നടിയാണ്. ജയറാമേട്ടനൊപ്പം മോഹൻലാൽ, മമ്മൂട്ടി അതുപോലുള്ള ഒരുപാട് നടന്മാരുടെ കൂടെ അഭിനയിച്ച 80കളിലും 90കളിലൊക്കെ ഒരുപാട് സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട്. കിളിമാനൂരാണ് അവരുടെ വീടുള്ളത്. നമ്മുടെ സ്വന്തം സിത്താര, മലയാള സിനിമയുടെ ഒരു മികച്ച ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സിത്താര മാമിന്റെ വീടാണ് ഞാനിന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ കിളിമാനൂർ ടൗണിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് സിത്താരയുടെ സ്വന്തം നാട് കിളിമാനൂർ. ഇന്നൊരു ഞായറാഴ്ച ദിവസമായതിനെ കൊണ്ട് കിളിമാനൂർ ടൗണൊന്നും വലിയ തിരക്കിലൊന്നും അല്ല കേട്ടോ. ഇവിടെ നമുക്ക് ആറ്റിങ്ങൽ സൈഡിലേക്കാണ് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകണം. കിളിമാനൂരിൽ നിന്ന് റൈറ്റ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കിളിമാനൂരിട്ട് ആറ്റിങ്ങൽ പോകുന്ന ആ ഒരു ലൈനാണ്. കിളിമാനൂരിൻ്റെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. കിളിമാനൂർ ജംഗ്ഷനിൽ നമ്മൾ അടുത്തായിട്ട് എത്താൻ പോകുന്നത് പുതിയകാവ് ജംഗ്ഷനാണ്. അപ്പോൾ പുതിയകാവ് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് സിത്താരയുടെ വീട് വരുന്നത്. കിളിമാനൂരിൽ പുതുതായിട്ട് തുടങ്ങിയ തിയേറ്റർ ഇവിടെയാണ് കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നുണ്ടോ. അതിൻ്റെ അങ്ങനെ ലാസ്റ്റായിട്ട് കാണാൻ പറ്റും തിയേറ്റർ ലെഫ്റ്റ് സൈഡ് റോക്കി. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ജംഗ്ഷൻ പുതിയകാവ്. സിത്താരയുടെ വീട് എവിടെയെന്ന് വെച്ചാൽ പുതിയകാവ് അല്ലെ കിളിമാനൂർ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പുതിയകാവ് ജംഗ്ഷൻ. റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്കല അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളി, ചൂട്ടയിൽ പള്ളി. ഇവിടുത്തെ ഭയങ്കര ഒരു പള്ളിയാണ്, ജമാഅത്താണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നു. ഇനി നമ്മൾ എത്താൻ പോകുന്നതാണ് കിളിമാനൂർ കൊട്ടാരം വരുന്ന ജംഗ്ഷൻ. ഇതാണ് ചൂട്ടയിൽ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നും റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിളിമാനൂർ കൊട്ടാരം കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. അങ്ങനെ നമ്മൾ മലയാള സിനിമയുടെ ഒരു കാലത്തെ അടിപൊളി നായികയായിരുന്ന സിത്താര മാമിൻ്റെ വീട് ഇതാ ഇവിടെ കുറച്ചടുത്തായിട്ടാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ചെങ്കിക്കുന്ന് എന്ന് പറയും കേട്ടോ. നമ്മളിപ്പോൾ ലാസ്റ്റ് എത്തിയ ജംഗ്ഷനാണ് ചെങ്കിക്കുന്ന്. അപ്പോൾ ഈ ജംഗ്ഷനിലാണ് അവരുടെ വീടൊക്കെ വരുന്നത്. ജംഗ്ഷൻ കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് താഴേക്ക് പോവാം കേട്ടോ. സ്ഥലങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
അങ്ങനെ നമ്മളിപ്പോൾ അവരെ വീടിരിക്കുന്ന ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഈ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇനി ലെഫ്റ്റ് എടുത്ത് പോകണം. ഇവിടെ നിന്നൊരു ചെറിയ റോഡുണ്ട് കേട്ടോ, അങ്ങോട്ടത്തേക്ക് ലെഫ്റ്റ് എടുക്കാനാണ് എൻ്റെ പരിപാടി. ഒരു കുഴി കണക്കാണല്ലോ. ഇതൊരു ഇടുങ്ങിയ റോഡാണ് കേട്ടോ, ഗ്രാമപ്രദേശങ്ങളാണ്. ഇതുണ്ടോ ചുമര് കണ്ടോ, പണ്ടത്തെ മൺതിട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഇതൊക്കെ കാണുന്നത്. അതൊക്കെ പൊളിഞ്ഞു പോയി. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് അവരെ വീട് വരുന്നത്. ഗൈസ്, ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇത് വളരെ ഗ്രാമാന്തരീക്ഷമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചെറിയ ഗ്രാമമാണ് കേട്ടോ. നെൽപ്പാടങ്ങളാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ. മൊത്തം കൃഷി ഏരിയകളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു ഗ്രാമീണ ഭംഗിയോടുകൂടി സ്ഥലത്താണ് സിത്താരയുടെ വീടുള്ളത്. സിത്താരാമാവിൻ്റെ വീട്ടിലേക്ക് ഞാൻ ഈ കാണുന്ന വഴിയെ, ഈ പാടത്തിനിടയിലൂടെയുള്ള ചെറിയ വഴി അങ്ങോട്ട് നടക്കുകയാണ്. രണ്ട് സൈഡും അടിപൊളിയാട്ടോ കാണാനേ. തികച്ച ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഉള്ള ഒരു ഏരിയ. അതേപോലെ ആ വീടിരിക്കുന്നതും ഇച്ചിരി ഉള്ളിലാണ്, ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, കിളിമാനൂരിൻ്റെ തന്നെ ഒരു അഭിമാനമായിട്ട് മാറിയിട്ടുള്ള നടിയാണ് സിത്താരാമാം. മലയാള സിനിമയിൽ ഒരുപാട് സിനിമകളിൽ എനിക്ക് തോന്നുന്നു ഒരു 90-ലും 80-ലും അവർ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ മഴ ആയതിനെ കൊണ്ട് ഇവിടെയൊക്കെ ഈ ചെറിയ ചാലും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ ഒഴുകാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പഞ്ചായത്ത് വൃത്തിയാക്കിയതാണെന്ന് തോന്നുന്നു. എല്ലാം നല്ല കാടൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടിരിക്കും. ഈ കാണുന്ന മതിൽ, ഇതാണ് അവരെ വീട്ടിൻ്റെ കോമ്പൗണ്ട്. ഈ കാണുന്ന മതിലും അതിൻ്റെ ഇടയിൽ ഒരു ഗേറ്റും ഉണ്ട് കേട്ടോ, അതാണ് അവരുടെ വീട്. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന ഈ വീടാണ് നമ്മുടെ സിത്താരാമാമിൻ്റെ കിളിമാനൂരുള്ള ആ ഒരു പഴയ കുടുംബ വീട്. അപ്പോൾ ഒരു പഴയ തറവാട് വീടാണ്. ഇത് കണ്ടോ, ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഒരു ചെറിയ വഴി അങ്ങനെ നീണ്ട് അങ്ങ് ഉള്ളിലോട്ടാണ് ഈ വീടിരിക്കുന്നത്. പഴയ ആ തറവാട് വീടിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട്. ആ ഏരിയയ്ക്ക് നടുവിലായിട്ടാണ് ഈ ഒരു വീട് വെച്ചിരിക്കുന്നത്. പഴയ മോഡൽ ഓടിട്ട വീടാണ്. പഴയ തറവാട് വീടുകളെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. സിത്താരാമാം ജനിച്ചു വളർന്ന നാട് അവരുടെ ആ ഒരു പഴയ കുടുംബ വീട്. ഈ കുടുംബ വീട് നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് നല്ലതുപോലെ ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വീട്ടിൽ ആൾ താമസം ഇല്ലെന്നാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അവരുടെ ഒരു കുഞ്ഞമ്മ താമസമുണ്ട്. അപ്പോൾ അവിടെയാണ് ആളുള്ളത്. അപ്പോൾ അതിനെക്കൊണ്ട് ഈ ഒരു ഭാഗത്ത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇവരൊക്കെ അങ്ങ് ഉള്ളിലാണ്. ഈ ലോക്ക് ചെയ്തിരിക്കുന്നതിനെ കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് കയറി പോകാനും പറ്റത്തില്ല. അതിപ്പോൾ വലിയൊരു പണിയായി. ഇപ്പോൾ സിത്താരാമാം ഇവിടെ വല്ലപ്പോഴൊക്കെ വരക്കുള്ളൂ. കാരണം ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഈ കുടുംബ വീട് എന്ന് പറയുമ്പോൾ അവരുടെ ഒരുപാട് ചെറുപ്പകാലത്തെ ഓർമ്മകളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ കിളിമാനൂരിലുള്ള എല്ലാവർക്കും തന്നെ ഇത് അറിയാമോ എന്ന് തന്നെ അറിയത്തില്ല. ഇവിടെ അവർക്ക് ഇങ്ങനെ ഒരു വീടുണ്ട്, ഇവരെ കുടുംബ വീട് കിളിമാനൂരാണ് എന്നുള്ളതൊക്കെ. നാടുവാഴികൾ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടല്ലോ, ലാലേട്ടൻ്റെ സഹോദരിയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിൽ മധുസാറായിരുന്നു അച്ഛനായിട്ട് അഭിനയിച്ചത്. അത് ഏറ്റവും നല്ലൊരു കിടിലം വേഷം തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകളിലോട്ട് പോവാണ്. ഇവിടെ ഇപ്പോൾ ടെമ്പററി ഇത് അടച്ചിട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതിനകത്ത് ആരും താമസമില്ല. സിത്താരാമ വല്ലപ്പുഴ മാത്രമാണ് ഇവിടെ വരുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടം വരെ വന്നിട്ട് ആ വീട് ഒന്ന് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നടന്നില്ല കേട്ടോ. അതിനെക്കൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു സൈഡിൽ നിന്നുള്ള കാഴ്ച മാത്രം എടുത്തിട്ട് തിരിച്ചു കടക്കുകയാണ്. സിത്താരാമാമിൻ്റെയും ജയറാമേട്ടൻ്റെയും ഒരു അടിപൊളി സിനിമയാണ് മഴവിൽ കാവടി. പ്രണയിച്ച് നടക്കുന്ന ഒരു ജോഡിയായിട്ടാണ്. അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ അതിൽ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല, വീട്ടുകാർ എതിർക്കുന്നു. അത് എത്ര തവണ കണ്ടാലും നമുക്ക് ഒരുമാതിരി ദേഷ്യം വരുന്ന ഒരു സിനിമയായിട്ട് മാറും അവസാനം. കാരണം അതിൽ ഇന്നസെന്റ് ഏട്ടൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ അത്രയും നെഗറ്റീവായിട്ടുള്ളൊരു കഥാപാത്രമാണ്. അവസാനം എല്ലാവരും വെറുത്തു. അദ്ദേഹത്തിന് അവസാനത്തെ നിമിഷം പോലും ഭാഗ്യം പോലും തുണയ്ക്കാത്ത ഒരു നായകനും നായികയും ഒളിച്ചോടാനൊക്കെ ശ്രമിക്കുമ്പോൾ എന്തുമാത്രം സംഭവങ്ങളാണ് ഉണ്ടാവുന്നല്ലേ ആ ഒരു സിനിമയിൽ. മഴവിൽ കാവടി എന്ന സിനിമയിൽ ഒരിക്കലും മറക്കാത്ത ഒരുപാട് സീനുകളുണ്ട്. അതിൽ നമ്മളെ മീശ വാസു, അങ്ങനെ എത്ര അല്ലെ, കുറിയ വർക്കി, ശങ്കരാടി ചേട്ടന്റെ മറ്റൊരു കഥാപാത്രം, അങ്ങനെ എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന മഴവിൽ കാവടി എന്ന് പറയുമ്പോൾ അതിലെ ആ ഒരു നായികയും ആരും മറക്കാൻ വഴിയില്ല. സിത്താര മാഡത്തിന്റെ ഏറ്റവും നല്ലൊരു
സിനിമയാണത്. മഴവിൽക്കാവടി എന്ന സിനിമ മാത്രം മതി അവരെ ഓർത്തിരിക്കാൻ. നാടൻ കഥാപാത്രങ്ങളാണ് അവർക്ക് കൂടുതലും യോജിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും അങ്ങനത്തെ ഒരു ഗ്രാമാന്തരീക്ഷത്തിലൊക്കെ വളർന്നതിനെ കൊണ്ടായിരിക്കാം. പിന്നെ തമിഴില്, തെലുങ്കില്, കന്നഡയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സിത്താരാമന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.